الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കഠിനമായ ചൂടിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കാരുണ്യമായി അള്ളാഹു മഴ വർഷിപ്പിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനോട് അനീതിയും അക്രമവും കാണിക്കുന്നവരെ അള്ളാഹു ദുർബലപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനോട് കരുണയും ദയയും സഹാനുഭൂതിയും കാണിക്കുന്നവരെ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഏതാനും ആഴ്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഖുതുബയുടെ ചുരുക്കം പരിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്യാനുള്ളതല്ല, അറിയാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ളതാണ്. അത്തരം വിശ്വാസികളാണ് വിജയിക്കുക. അള്ളാഹു അത്തരം വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലങ്ങളായി നമ്മുടെ സമൂഹം ഈ വിഷയത്തിൽ തികഞ്ഞ അശ്രദ്ധയിലും അജ്ഞതയിലുമാണ്. ഒരു 100 കൊല്ലം മുമ്പ് ഒട്ടങ്ങട് ചിന്തിച്ചാൽ ഖുർആൻ ഓതാൻ അറിയുന്നവർ തന്നെ വിരളമാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് പല വീട്ടുകാരും ഖുർആൻ അറിയുന്ന മല്ലമാരെ കൂലി കൊടുത്ത് വീട്ടിൽ വരുത്തി ഓദിച്ചു കൊണ്ടിരുന്നത്. ഓതാൻ അറിയുന്നവര് കുറവാണ്. കാലങ്ങൾ മാറി, മദ്രസകൾ വ്യാപകമായതോടുകൂടി പൊതുവെ ഖുർആൻ പാരായണം ചെയ്യാൻ ആളുകൾ പഠിച്ചു. പാരായണം ചെയ്യുന്നുണ്ടോ എന്നത് വേറെ വിഷയം. ഇന്ന് ജീവിക്കുന്ന തലമുറകളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരാണ് അധികവും. പാരായണം ചെയ്യുന്നവരും കുറവാണ്, പഠനം നടത്തുന്നവരും ആശയമറിയുന്നവരും വളരെ കുറവാണ്. ഖുർആന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പണ്ഡിതന്മാർ ജനങ്ങളുടെ അജ്ഞത നിലനിൽക്കണമെന്ന് കൊതിക്കുകയോ അത് ദുനിയാവിൽ അവർക്ക് ലാഭകരമായിരിക്കുമെന്ന് ധരിച്ചുകൊണ്ട്
അവരും അതിന് ശ്രമിച്ചില്ല. അതിന്റെ ദുരന്തമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ ഏതൊരു അടിസ്ഥാന ആശയത്തെയാണോ ജനങ്ങളിലേക്ക് വെക്കുന്നത്, അതിന് വിപരീതമായി ഖുർആന്റെ അനുയായികൾ ജീവിക്കുന്നു എന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇവിടത്തെ കാര്യമാണെങ്കിൽ ഖുർആനിനെ അവഗണിച്ചാൽ അവരെയാണ് കാഫിർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. കാഫിർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റിതര സമുദായങ്ങളെ പറ്റിയായിരിക്കുന്ന, അള്ളാഹുവിന്റെ കിതാബിനെ അവഗണിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ അവഗണിക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് കാഫിർ എന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്ർ ലമ്മാ ജാഅഹും, അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ നിരാകരിക്കുന്ന കാഫിറുകൾ. ഖുർആന്റെ പ്രയോഗമാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഉത്ബോധനമായി വന്ന ഖുർആനിനെ നിരാകരിക്കുന്ന ആളുകൾ കാഫിർ എന്നാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ സമാധാനിച്ചിരിക്കുക, നമുക്ക് ഈ ഉമ്മത്താണല്ലോ. കാഫിർ എന്നൊക്കെ പറയുമ്പോ മറ്റിതര സമുദായങ്ങളായിരിക്കും എന്നൊക്കെ ധരിച്ചു വശായിരിക്കുകയാണ്. ദുനിയാവിൽ ഇങ്ങനെയാണെങ്കിൽ പരലോകത്തെ സ്ഥിതി എന്തായിരിക്കും? ഖുർആനിനെ അവഗണിച്ചാൽ ഖുർആന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല, എനിക്കതിന് സമയമില്ല, മറ്റിതര ദുനിയാവിലെ ജോലികൾ ധാരാളമാണ്, അർത്ഥം ഞാൻ പഠിക്കേണ്ടതില്ല എന്നൊക്കെ ധരിച്ച് ഖുർആനിനെ അവഗണിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. മനുഷ്യന്റെ ജീവിതം അവസാനിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നത് ആ മയ്യത്തിനെ കുളിപ്പിച്ച്, മയ്യത്തിനെ കഫൻ ചെയ്ത്, മയ്യത്തിന് വേണ്ടി നമസ്കരിച്ച് ഖബറടക്കുകയാണ്. ആ ഖബറടക്കിയ ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ രണ്ട് മലക്കുകൾ ആ ഖബറിൽ വരുന്നു. മുങ്കറും നക്കീറും ആ ഖബറിലേക്ക് വരുന്നു. അതുവരെ വീട്ടിലുള്ള അംഗങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളോടൊപ്പം, അയൽവാസികളോടൊപ്പം, നാട്ടുകാരോടൊപ്പം, സംഘക്കാരോടൊപ്പം ഒന്നിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആൾ ഖബറിൽ തനിച്ചാണ്. ആ സമയത്ത് ഇതാ രണ്ട് മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൽ മൂന്നാമത്തെ ചോദ്യം നിന്റെ ഇമാമ് ആരാകുന്നു എന്നതാണ്. അത് മാത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ, നിന്റെ ഇമാമ്. അപ്പോൾ സത്യവിശ്വാസിയുടെ മറുപടി അൽ ഖുർആനു ഇമാമി എന്നായിരിക്കുമെന്ന് റസൂൽ പറയാം. എന്റെ ഇമാം അള്ളാന്റെ ഖുർആനാണ്. അപ്പൊ ഷാഫി ഇമാമില്ല, ഹനഫി ഇമാമില്ല, പിന്നെ ഹംബലി ഇമാമില്ല, മാലിക്കില്ല, ആരുമില്ല. രക്ഷപ്പെടുന്ന വിശ്വാസി പറയുന്ന മറുപടി എന്റെ ഇമാം പരിശുദ്ധ ഖുർആനാകുന്നു. ഖുർആൻ ഇന്ന് വരെ അതിന്റെ അർത്ഥം ചിന്തിക്കാത്ത, ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടില്ലാത്ത ആൾക്ക് എങ്ങനെ ഈ ഖുർആൻ എന്റെ ഇമാമാണെന്ന് പറയും? എങ്ങനെ കഴിയും? പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കിയില്ല ഇത് ഗൗരവം. നല്ല ശരിയായ വിശ്വാസിയുടെ, സത്യവിശ്വാസിയുടെ, സ്വർഗവാസിയുടെ ഉത്തരല്ലേ പറയേണ്ടത്? സ്വർഗവാസിയുടെ ഉത്തരം എന്റെ ഇമാം ഖുർആനാകുന്നു എന്നതാണ്. പറയുക എന്താന്ന് അറിയണ്ടേ? ഒന്നും അറിയാത്ത, എന്താണ് ഖുർആൻ അവഗണിച്ച ആശയത്തെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ എന്റെ ഇമാം ഖുർആൻ, മുന്നിൽ നടക്കുന്ന ആളെന്നാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഇമാം, അതിനെ പിന്തുടരുകയാണ്. നേതാവിനും ഇമാം എന്ന് പറയും, ഭരണകർത്താവിനും ഇമാം എന്ന് പറയും. എന്നെ നയിക്കുന്നത്, എൻ്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ജീവിതത്തെ നയിക്കുന്നത് ഖുർആനാകുന്നു എന്നാണ് ഈ പറയേണ്ടത്. ഇനി ഇത് പരലോക ജീവിതത്തിന്റെ ആദ്യഘട്ടം, ബർസഖിയായ ജീവിതം. ഇനി മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോ റബ്ബ് ചോദിക്കുന്നു, അലം തകുന്നായാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകദിബൂൻ. റബ്ബ് ചോദിക്കാൻ, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിരുന്നില്ലേ? നിർഭാഗ്യവാന്മാരായി നരകാവകാശിയായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട്
റബ്ബ് ചോദിക്കുന്നു, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? അതിനെ സത്യപ്പെടുത്താനോ സ്വീകരിക്കാനോ നിങ്ങൾ തയ്യാറായില്ലല്ലോ. ഖാലൂ, ആ ജനത പറയുന്നു, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. ഒരു ന്യായം സമർപ്പിക്കുകയാണ് റബ്ബിന്റെ മുമ്പിൽ അവര്. എന്താണ്? ഞങ്ങളെ നിർഭാഗ്യം പൊതിഞ്ഞു, ഞങ്ങളിൽ അതിജയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ അറിയാനോ തയ്യാറായില്ല ഞങ്ങൾ. റബ്ബേ, നിർഭാഗ്യവാന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ പിഴച്ച ജനതയായി തീർന്നു. എന്നിട്ടോ, റബ്ബനാ അഖ്രിജ്നാ മിന്നാ ഫൈൻ ഉദ്നാ ഫൈന്നാ ളാലിമൂൻ. റബ്ബേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കടത്തി തന്നാൽ ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. എങ്കിൽ നിന്റെ കിതാബ് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. നിന്റെ ഖുർആനിൽ ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ജീവിച്ചു കൊള്ളാം. നിന്റെ റസൂലിനെ ഞങ്ങൾ പിൻപറ്റാം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തു കടത്തി തന്നാൽ മതി. എന്നിട്ട് ഞങ്ങൾ ആ വലാലത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ റബ്ബേ, ഞങ്ങൾ തന്നെയാണ് അക്രമികൾ. നല്ലൊരു ഖേദപ്രകടനമാണ് നടത്തുന്നത്. നല്ലൊരു ദുനിയാവിൽ വെച്ച് പറഞ്ഞ പോലെയല്ല ഇപ്പൊ പറയുന്നത്. ഖേദമാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് നിർഭാഗ്യ അവസരങ്ങൾ ഉണ്ടായില്ല, അത് ശ്രദ്ധിച്ചില്ല. അല്ലാഹ് വല്ല ഇളവ് കൊടുക്കുവോ? തൊട്ടടുത്ത കാല അല്ലാഹ് പറയുന്നു, നിങ്ങൾ ആ നരകാഗ്നിയിൽ നിന്ദ്യരായി അടങ്ങിക്കിടക്കുക. ഒരക്ഷരമുരിയാടരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരക്ഷരം. എന്റെ ആയത്തുകൾ പലപ്പോഴും എന്റെ റസൂൽ വന്നല്ലോ, എന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചിരുന്നല്ലോ, അതിനുശേഷം സഹാബത്ത് ഓതി കേൾപ്പിച്ചല്ലോ, അതിനുശേഷം താബിയങ്ങളും താബിയത്താങ്ങളും സലഫ് സാലിഹ്യങ്ങളും തുടർച്ചയായി നിങ്ങൾ ജീവിച്ച കാലത്ത് നിങ്ങളുടെ മിമ്പറിൽ നിന്ന് എന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചിരുന്നില്ലേ? വഅദുകളിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്ന് എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിരുന്നില്ലേ? ഇപ്പൊ ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത്. ഒരളവും സ്വീകരിക്കുന്നില്ല. അവസരം ഉണ്ടായില്ല എന്നതിന് ഒരളവും കൊടുക്കുന്നില്ല. അവസരമുണ്ട്, അതുകൊണ്ടാ. അവസരമുണ്ട്. നിങ്ങൾ കേട്ട ആയത്തുകൾ സൂറത്ത് മുഅ്മിനൂൻ 106, 107, 108 3 വചനങ്ങളാണ്. സൂറത്ത് അംബിയായിലെ 97-ാമത്തെ വചനം, വഖ്തറബൽ വഅദുൽ ഹഖ്, ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സത്യം ഇതാ ആസന്നമായിരിക്കുന്നു. ഫൈദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു, അള്ളാഹുവിന്റെ റസൂലിനെയും കിതാബിനെയും എല്ലാം അവഗണിച്ച നിരാകരിച്ച ആളുകളുടെ കണ്ണുകൾ തുറിച്ചു പോകും. കഫറൂന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. അവര് പറയുന്നതോ, യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഞങ്ങളുടെ കഷ്ടമേ, നാശമേ, ഞങ്ങൾ ഈ നിന്റെ കിതാബിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലായിരുന്നു. ഞങ്ങളത് പഠിച്ചിരുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഞങ്ങൾക്കത് ബാധകമല്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. ബൽ കുന്നാ ളാലിമീൻ. അവര് പറയാണ്, അല്ല റബ്ബേ, ഞങ്ങൾ അക്രമികൾ തന്നെയാകുന്നു. അതും ഖേദപ്രകടമാണ്. ശരിയായ അക്രമികളാണ്. നിന്റെ കിതാബ്, നിന്റെ ആയത്ത് ഓതി കേട്ടിട്ട് ശ്രദ്ധിക്കാതെ, അതിന്റെ ആശയം ഗ്രഹിക്കാതെ, പഠിക്കാതെ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാതെ അവരും ഇവരും മറ്റോരും ഒക്കെ പറഞ്ഞത് കേട്ട് ഞങ്ങളിങ്ങനെ ശീലം കൊണ്ട് ജനിച്ചു വളർന്നപ്പോ നമ്മ കണ്ണു തുറന്ന് ചെവി തുറന്നപ്പോ കേട്ട ശബ്ദങ്ങൾ, ശീലങ്ങൾ, അതനുസരിച്ച് ഇത് തന്നെ ദീന് എന്നലക്ക് ഇങ്ങനെ പോരുകയായിരുന്നു. നിന്റെ ആയത്ത് ശ്രദ്ധിക്കാൻ പോയില്ല, നിന്റെ കിതാബ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോയില്ല. ഞങ്ങൾ അക്രമികളാണ് റബ്ബേ. ഇതും ഒരു ഇളവായി അല്ലാഹ് സ്വീകരിക്കുന്നില്ല. ശീലം എന്തായിരുന്നു?
നമ്മുടെ ശീലം, നമ്മൾ കേട്ടതും കണ്ടതും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യമ്മമാര്, നമ്മുടെ പൂർവികരൊക്കെ ശീലിച്ചു പോന്നത്, അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്ത് വിശ്വസിക്കുന്നവരാണ്, ഖുർആനിനെ അംഗീകരിക്കുന്നവരാണ്, റസൂലിനെ അംഗീകരിക്കും. പക്ഷേ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. അവര് അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചുപോയ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു, പുണ്യവാന്മാരോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ശുഹദാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ അവർ കഴിയുമെന്ന ഒരു ശീലം പണ്ട് തൊട്ടേയുള്ള ശീലത്തിന്റെ പേരിൽ. അതുകൊണ്ട് മഹാന്മാരുടെ മക്കാമുകളിൽ, മക്ബറകളിൽ നിത്യസന്ദർശകരാണ്. പ്രയാസങ്ങൾ വരുമ്പോ, എന്തെങ്കിലും നന്മ നേടണമെന്ന് കൊതിക്കുമ്പോ അവരോടാണ് ചെന്ന് പറയുന്നത്. അള്ളണ്ടാ, അള്ളണ്ട്, റസൂലുണ്ട്, ഖുർആനുണ്ട്. പക്ഷെ എന്താണോ അള്ള പഠിപ്പിച്ചത്, എന്താണോ അള്ളാഹുടെ കിതാബ് പഠിപ്പിക്കുന്നത്, എന്താണോ അള്ളാഹുവിന്റെ റസൂൽ, അതിന് നേർ വിപരീതം. അങ്ങനെ ഒരു ദുര്യോഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അള്ള പറയാണ് അവരോട്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസ്ബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഇന്നക്കും നിശ്ചയമായും നിങ്ങളും, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെ പലരോടും നിങ്ങൾ വിളിച്ചു തേടിയില്ലേ, നിങ്ങൾ ആരാധന ചെയ്തില്ലേ, നിങ്ങൾ ആശ്രയിച്ചില്ലേ, അവലംബമാക്കിയില്ലേ, നിങ്ങൾ അഭയം ചോദിച്ചില്ലേ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ അങ്ങനെ ചെയ്തവരൊക്കെയും ഹസ്ബു ജഹന്നം, നരകത്തിന്റെ വിറകാണ്. നോക്കൂ, ഒന്ന് നോക്കൂ, നിങ്ങൾ എന്താ ധരിച്ചത്? നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ ഇവർക്ക് കഴിയുമെന്നല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ നേടിത്തരാൻ അവരെ കൊണ്ട് കഴിയുമെന്നല്ലേ? പരലോകത്ത് നിങ്ങളുടെ ശുപാർശക്കാരായി വരുമെന്ന് നിങ്ങൾ കരുതിയവരല്ലേ? അവരെയാണ് ഞാൻ ഈ നരകത്തിൽ കത്തിക്കുന്നത്. മഹാന്മാരുടെ പ്രതിരൂപങ്ങളെ, ശിർക്കിന് കൂട്ടുനിന്ന ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെ എല്ലാവരെയും ഇതാ നരകത്തിലിട്ട് കരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ലൗകാന ഹൗലായി ആലിഹത്തൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ഇവർ ആരാധ്യന്മാരായിരുന്നെങ്കിൽ മാ വറദൂഹാ, ഒരിക്കലും നരകാഗ്നിയിൽ അവര് വരുമായിരുന്നില്ലല്ലോ. നേരിട്ട് നോക്കൂ, നിങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയ ആളുകളാണ് സ്വന്തം രക്ഷിക്കാൻ കഴിയാതെ നരകത്തിന്റെ വിറകുകളായി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങാനും ദൈവങ്ങളായിരുന്നെങ്കിൽ ഒരിക്കലും നരകത്തിലേക്ക് വരുമായിരുന്നില്ല. വകുല്ലും ഫീഹാ ഖാലിദൂൻ, ശാശ്വതവാസികളാണ് അവർ നരകത്തിൽ. അവരെ ആരാധിച്ച, അവരോട് പ്രാർത്ഥിച്ച, അവരോട് അഭയം ചോദിച്ച, അവരെ അവലംബമാക്കിയ, അവരോട് സഹായത്തേട്ടം നടത്തിയ നിങ്ങളും അവരുടെ കൂടെ നരകത്തിൽ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വളരെ കൃത്യമായ മറുപടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വരും. മനുഷ്യര് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ അമ്പിയാക്കളുണ്ടല്ലോ, ശരിയായ ഔലിയാക്കളും ഉണ്ടല്ലോ, കള്ള ഔലിയാക്കളും ഉണ്ട്, ശരിക്കുള്ള നല്ലവരായി ജീവിച്ചവരും ഉണ്ടാവുമല്ലോ. ഇപ്പോ ബദരീങ്ങൾ, മൊയ്തീൻ ഷെയ്ഖ്, അവരൊക്കെ നല്ല മനുഷ്യന്മാരല്ലേ? അവരെയും വിളിച്ചു തേടിയല്ലോ. അപ്പൊ അവരും നരകത്തിൽ വരുമോ? ഇല്ല എന്നുള്ള പറയണു. ഇന്നല്ലദീന സബഖത് മിന്നൽ ഹുസ്നാ ഉലൈക അന്നാ മുബഅദൂൻ. നിങ്ങൾ വിളിച്ചു എന്നതുകൊണ്ട്, നിങ്ങൾ ആരാധിച്ചു എന്നതുകൊണ്ട്, നിങ്ങൾ സഹായത്തേട്ടം നടത്തി എന്നതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു നന്മ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾ ആ നരകത്തിൽ നിന്ന് വിദൂരത്താകുന്നു. ലാ യസ്മഊന ഹസീസഹാ വഹും മാ ഫീമാ ഇസ്തഹത് അൻഫുസുഹും. ആ നരകത്തിന്റെ നേരിയ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല. അവര് ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കുണ്ട്. ഖാലിദൂൻ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതവാസികളാണ്. ശിർക്കിന് കൂട്ടുനിൽക്കാത്ത ബദരീങ്ങളെ പോലെ, ഒരിക്കൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ച മൊയ്തീൻ ഷെയ്ഖിനെ പോലെ, അല്ലാത്തവർക്ക് നേർച്ചയാക്കരുത് എന്ന് പഠിപ്പിച്ച റിഫായി ഷെയ്ഖിനെ പോലെ, അവരൊക്കെ നരകത്തിൽ നിന്ന് വിദൂരത്താണ്.
ഇപ്പൊ ഷിർക്കിന് കൂട്ടിക്കുന്ന ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാര്യമല്ല, കൂട്ട് നിൽക്കാത്ത അള്ളാനെ മാത്രം വിളിക്കാൻ പാടുള്ളൂ. മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞ കേട്ടിട്ടില്ലേ? മൊയ്തീൻ ഷെയ്ഖിന്റെ സ്വന്തം കിതാബില് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അർഹതയില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ദൈവങ്ങളെ നീ കുടിയിരുത്തിയിട്ടുണ്ട്. അള്ളാനെ മാത്രമല്ല നീ കുടിയിരുത്തിയിട്ടുള്ളത്, ഹൃദയത്തിൽ ആയിരക്കണക്കിന് ആ ശൈഖ്, ഈ വലിയ ആ തങ്ങള്, ഈ ബീവി, അങ്ങനെ നൂറുകണക്കിന് ദൈവങ്ങളെ കുടിയിരുത്തിയ നിനക്ക് മൊയ്തീൻ ഷെയ്ഖിന്റെ സ്വന്തം കിതാബില് വരിക. ഞാൻ പറഞ്ഞ ഷിർക്കിനെതിരായിരുന്നു, റിഫാൻ ഷെയ്ഖ് ഷിർക്കിനെതിരായിരുന്നു, ബദരീങ്ങളും ഉഹദീങ്ങളും ഒക്കെ ഷിർക്കിനെതിരായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ നന്മയിൽ മുൻകടന്നതിനാൽ അവര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനിയും കാത്തു നിൽക്കാതെ പരമാവധി അള്ളാഹുവിന്റെ കിതാബിലേക്ക്, റസൂലിന്റെ ചര്യ മനസ്സിലാക്കുന്നതിലേക്ക് നമ്മൾ എത്രയോ പുസ്തകം, മതപുസ്തകങ്ങൾ തന്നെ നമ്മൾ ഇഷ്ടം പോലെ വായിക്കില്ലേ? മതത്തിന്റെ വിഷയത്തിൽ തന്നെ മനുഷ്യരെഴുതിയ അനേകം പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് നമ്മൾ. അള്ളാന്റെ കിതാബ് മാത്രം പഠിക്കൂല എന്നൊരു വാശി എന്തിനാ? അള്ളാന്റെ റസൂലിന്റെ വചനങ്ങൾ പഠിക്കൂല എന്നെന്തൊരു ഒരു വാശി നമുക്ക്? അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിലേക്ക്, റസൂലിന്റെ ചര്യയിലേക്ക് എന്നെയും നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാണ് മനുഷ്യനെ ഖുർആനിലാറ്റിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ ഉമ്മത്തിനെ ഖുർആനാണ് നിങ്ങളുടെ പ്രമാണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ ഖുർആനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ആരാണ്? രണ്ട് കൂട്ടരാണ്. ഒന്ന് ജിന്ന് പിശാചുക്കളാണ്, രണ്ട് മനുഷ്യ പിശാചുക്കളാണ്. അവരെയാണ് പിശാചുക്കൾ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. ആരാണോ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നത്, ആരാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നത്, അതിൽ ജിന്ന് പിശാചുക്കളുമുണ്ട്, മനുഷ്യ പിശാചുക്കളുമുണ്ട്. അള്ളാഹ് പറയുന്നൊക്കെ നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും വശയാതീൻ, അവരെയും ആ പിശാചുക്കളെയും ഞാൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. സുമ്മലനുഹ്ദിറന്നഹും മൗല ജഹന്നമ ജിസിയ്യാ, ആ ജിന്ന് പിശാചുക്കളെയും അവരാൽ വഴിതെറ്റിക്കപ്പെട്ട മനുഷ്യ പിശാചുക്കളെയും നരകത്തിന്റെ ചുറ്റും മുട്ടുകുത്തിയവരായി ഞാൻ ഹാജരാക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ ജിന്ന് പിശാചുക്കൾ ഉണ്ടാവും, മനുഷ്യ പിശാചുക്കൾ ഉണ്ടാവും. ഈ രണ്ടു തരം പിശാചുക്കളാൽ വഴിപിഴപ്പിക്കപ്പെട്ട് ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും വഴിപഴച്ചു പോയവരെ ഒന്നിച്ച് നരകത്തിന്റെ ചുറ്റും മുട്ടുകുത്തിയവരായി. ഖുർആനിലൊരു സൂറത്തിന് ജാസിയ, മുട്ടുകുത്തിയവർ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ജിസിയ എന്നാണ് ഉപയോഗിച്ചത്. അള്ളാഹ് പറയാണ്, മുഴുവൻ ആളുകളെ പിഴപ്പിച്ചവരെയും പിഴച്ചവരെയും ഒന്നിച്ച് ഹാജരാക്കിയിട്ട് അള്ളാഹ് പറയാണ്, എന്നിട്ട് ഞാൻ ആ എല്ലാവരിൽ നിന്നും കുറച്ചാളുകൾ അങ്ങോട്ട് ഊരിയെടുക്കും. പ്രത്യേകം എടുക്കുക. അവരെ ആരാണെന്നറിയോ? അവരെ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയ്യാ, പരമകാരുണ്യകനായ
റബ്ബിനോട് കടുത്ത ധിക്കാരം ചെയ്തവരെ പ്രത്യേകം നാം എടുക്കുക തന്നെ ചെയ്യും. പരമകാരുണ്യകനായ റബ്ബ് തന്റെ അടിയാമാരോടുള്ള കാരുണ്യമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ജനങ്ങൾ മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാനും പരലോകത്ത് സ്വർഗവാസികളായി തീരാനും വേണ്ടിയാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ആ ഖുർആനിൽ നിന്ന് മനുഷ്യരെ അകറ്റിയ പിശാചുക്കൾ അവരൊക്കെയാണ് റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും വലിയ കോപമുള്ളത് ധിക്കരിച്ചവർ. എന്നിട്ട് അല്ലാഹു പറയാം, ഇത് സൂറത്ത് മറിയമിലെ ആയത്താണ് നിങ്ങൾ കേട്ടത്. മറ്റൊരവസ്ഥ കൂടി പറയാം, മറിയം തന്നെ നിങ്ങളിൽ വിശ്വാസികളെ അവിശ്വാസികൾ എല്ലാരും ഉദ്ദേശിച്ചിട്ടാ, നിങ്ങളിൽ ഒരാളും തന്നെ ഉണ്ടാവില്ല നരകത്തിന്റെ അരികിൽ വരാതെ. സ്വർഗത്തിൽ അല്ലാഹു കടത്തുന്നവരെ പോലും നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് ആ നരകം ഒന്ന് കാണിച്ചിട്ടേ വിടൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ഒരാളുമില്ല ആ നരകത്തിന്റെ അടുക്കൽ കൊണ്ടുവരാതെ. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ, അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. എന്നിട്ടോ തഖ്വയോടെ ജീവിച്ചവരെ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അക്രമികളെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് അകന്നു മാറി ജീവിച്ച ജനങ്ങളെ അകറ്റിയ അക്രമികളെ മുട്ടുകുത്തിയവരായി നരകത്തിൽ നാം വിട്ടേച്ചു പോരുകയും ചെയ്യും. ഖുർആൻ അനുസരിച്ച് പ്രവാചകചര്യ അനുസരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ചവരെ ആ നരകത്തിന്റെ അടുക്കൽ നിന്ന് നാം കാത്തുരക്ഷിക്കുകയും ചെയ്യും. ആ കാത്തുരക്ഷിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് കാലഘട്ടത്തിലെ ആളുകളും പറഞ്ഞ ഒരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മറുപടിയും ഇടക്കാലത്ത് പറഞ്ഞതും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ മറുപടിയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. അല്ലാഹു പറയാണ്, വൈദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്, ജനങ്ങളോട് നമ്മുടെ വ്യക്തമായ തെളിവുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖാലല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ പറയും, ലില്ലദീന ആമനു, വിശ്വാസികളോട്, ഖുർആൻ അനുസരിക്കുന്ന പ്രവാചകന്റെ ചര്യ പിന്തുടരുന്ന ആ വിശ്വാസികളോട് ഖുർആനിനെ നിരാകരിക്കുന്ന ആളുകൾ പറയും, അയ്യൽ ഫരീഖൈനി ഖൈറും മഖാമൻ വഅഹ്സനു നദിയ്യാ. നിങ്ങൾ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങള് പ്രമാണം ഖുർആനാണെന്ന് പറയുന്നു, റസൂലിന്റെ ചര്യാണെന്ന് പറയുന്നു. എന്നാൽ നോക്കൂ, ഈ ദുനിയാവിൽ ഏറ്റവും നല്ല സംഘമേതാ, ശക്തി ആർക്കാ? അന്ന് പറഞ്ഞതാ. ഏറ്റവും കൂടുതൽ മഹല്ലാർക്കാ, ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരാർക്കാ? ഗവൺമെന്റ് ഗവനിക്കുന്നത് നിങ്ങളെ ഞങ്ങളെ. ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളെ അവഗണിക്കൂല, ധൈര്യം ഉണ്ടാവൂല, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർ. ആ ആയത്തോതി അതിലേക്ക് ക്ഷണിക്കുമ്പോ ആ സത്യം സ്വീകരിക്കാനല്ല തയ്യാറ്. ഞങ്ങളല്ലേ കൂടുതൽ ആളുകൾ, ഞങ്ങളിലല്ലേ പണ്ഡിതന്മാരധികം, ഞങ്ങൾക്കല്ലേ മഹല്ലുകൾ, ഖബർസ്ഥാനുള്ള മഹല്ല് പള്ളി ഞങ്ങൾക്കല്ലേ, നിങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങളല്ലേ നല്ല സംഘക്കാര്, ശക്തിയുള്ളവർ, സമ്പത്തുള്ളവർ, സ്വാധീനമുള്ളവർ. അന്ന് ആ കാഫറുകൾ പറഞ്ഞത് അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ പുകഴ്ചൊന്നും കിട്ടിയില്ലെങ്കിലും നാളെ റബ്ബിന്റെ അടുക്കൽ പുകഴ്ച കിട്ടണം, റബ്ബിന്റെ അടുക്കൽ അംഗീകാരം കിട്ടണം. ഇവിടുത്തെ ഗവൺമെന്റുകളോ രാഷ്ട്രീയ പാർട്ടികളോ അവഗണിച്ചാലും റബ്ബ് അവഗണിക്കുന്നവരിൽ നാം പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ ചര്യയിലേക്കും ആവർത്തിച്ച് ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു.
ഈ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി എത്രയും വേഗം അള്ളാഹുവിന്റെ കിതാബ്, ഖുർആന്റെ വചനങ്ങൾ, ആശയങ്ങൾ പഠിക്കാനുള്ള ഒരു സൗഭാഗ്യത്തിലേക്ക് അള്ളാഹു നാം ഏവരെയും എത്തിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.